ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എസ്തറിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ അഹശ്വേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങളിൽ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടതിന് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെ മേൽ വീണിരുന്നതുകൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. സകല സംസ്ഥാന പ്രഭുക്കന്മാരും രാജപ്രതിനിധികളും ദേശാധിപതികളും രാജാവിൻ്റെ കാര്യക്കാരന്മാരും മൊർദെഖായിയെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് സഹായം ചെയ്തു. മൊർദെഖായി രാജസന്നിധിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വെട്ടിക്കൊന്ന് മുടിച്ചു കളഞ്ഞു. തങ്ങളെ പകച്ചവരോട് തങ്ങൾക്കുള്ള ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ശൂഷൻ രാജധാനിയിൽ യഹൂദന്മാർ 500 പേരെ കൊന്നു മുടിച്ചു. പർഷ്യൻ ദാദ, ദൽഫോൻ, അസ്പാദ, പോറാദ, അദല്യ, അരിദാദ, പർമസ്ത, അരീദായി, വയസാദ എന്നിങ്ങനെ ഹമ്മേദാദയുടെ മകനായ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ്റെ 10 പുത്രന്മാരെയും അവർ കൊന്നുകളഞ്ഞു. എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. ശൂഷൻ രാജധാനിയിൽ അവർ കൊന്നവരുടെ സംഖ്യ അന്നു തന്നെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട്, യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാൻ്റെ 10 പുത്രന്മാരെയും കൊന്നുമുടിച്ചു. രാജാവിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്തു ചെയ്തിരിക്കും? ഇനിയും നിൻ്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. ഇനിയും നിൻ്റെ ആഗ്രഹമെന്ത്? അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തർ രാജാവിന് തിരുവുള്ളമുണ്ടായി, ശൂഷനിലെ യഹൂദന്മാർ ഇന്നത്തെ തീർപ്പ് പോലെ നാളെയും ചെയ്യുവാൻ അനുവദിക്കുകയും ഹാമാൻ്റെ 10 പുത്രന്മാരെയും കഴുമരത്തിന്മേൽ തൂക്കിക്കളയും ചെയ്യണമേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊള്ളുവാൻ രാജാവ് കൽപ്പിച്ചു. ശൂഷനിൽ തീർപ്പ് പരസ്യമാക്കി. ഹാമാൻ്റെ 10 പുത്രന്മാരെ അവർ തൂക്കിക്കളഞ്ഞു. ശൂഷനിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയും ഒന്നിച്ചുകൂടി ശൂഷനിൽ 300 പേരെ കൊന്നു. എങ്കിലും കവർച്ചയ്ക്ക് അവർ കൈനീട്ടിയില്ല. രാജാവിൻ്റെ സംസ്ഥാനങ്ങളെ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി പൊരുത് ശത്രുക്കളുടെ കയ്യിൽ നിന്നൊഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. അവർ തങ്ങളുടെ വൈരികളിൽ 75,000 പേരെ കൊന്നുകളഞ്ഞുവെങ്കിലും കവർച്ചയ്ക്ക് കൈനീട്ടിയില്ല. ആ മാസം 14-ാം തീയതിയോ അവർ വിശ്രമിച്ച് വിരുന്നും സന്തോഷമുള്ള ദിവസമായിട്ട് അതിനെ ആചരിച്ചു. ശൂഷനിലെ യഹൂദന്മാർ ആ മാസം 13-ാം തീയതിയും 14-ാം തീയതിയും ഒന്നിച്ചുകൂടി 15-ാം തീയതി അവർ വിശ്രമിച്ച് അതിനെ വിരുന്നും സന്തോഷമുള്ള ദിവസമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടുപുറങ്ങളിലെ യഹൂദന്മാർ ആദാർ മാസം 14-ാം തീയതിയെ സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു. ആണ്ടുതോറും ആദാർ മാസം 14, 15 തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നൊഴിഞ്ഞു വിശ്രമിച്ച ദിവസങ്ങളായിട്ട് ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷമുള്ള നാളുകളും തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും അഹശ്വേരോശ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദെഖായി ഈ കാര്യങ്ങൾ എഴുതി അവർക്ക് എഴുത്തയച്ചു. അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മൊർദെഖായി തങ്ങൾക്ക് എഴുതിയിരുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു. ആഗാഗ്യനായ ഹമ്മേദാദയുടെ മകനായി എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഉപായം ചിന്തിക്കുകയും അവരെ നശിപ്പിച്ച് മുടിക്കേണ്ടതിന് പൂരെന്ന ചീട്ട് ഇടിവിക്കുകയും കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴിമരത്തിന്മേൽ തൂക്കിക്കളവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂരെന്ന പദത്താൽ പൂരീം എന്ന് പേർ വിളിച്ചു. ഈ എഴുത്തിലെ സകല വൃത്താന്തങ്ങളും ആ കാര്യത്തിൽ അവർ തന്നെ കണ്ടവയും അവർക്ക് സംഭവിച്ച നിമിത്തം യഹൂദന്മാർ ഈ 2 ദിവസങ്ങൾ അവയുടെ ചട്ടവും കാലവും അനുസരിച്ച് ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കത്തക്കവണ്ണവും ഈ ദിവസങ്ങൾ തലമുറയെ സകല വംശങ്ങളിലും സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും ഓർക്കത്തക്കവണ്ണവും ഈ പൂരീം ദിവസങ്ങൾ യഹൂദന്മാരുടെ മധ്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയോ അവയുടെ ഓർമ്മ തങ്ങളെ സന്തതിയിൽ നിന്ന് വിട്ടുപോകുകയോ ചെയ്യാത്ത പ്രകാരവും തങ്ങൾക്കും സന്തതികൾക്കും അവരോട് ചേരുവാനുള്ള എല്ലാവർക്കും ചട്ടമായി കൈക്കൊണ്ടു. പൂരീം സംബന്ധിച്ച ഈ 2-ാം ലേഖനം സ്ഥിരമാക്കേണ്ടതിന് അബീഹയിലിൻ്റെ മകളായ എസ്തർ രാജ്ഞിയും യഹൂദനായ മൊർദെഖായിയും സർവ്വ അധികാരത്തോടും കൂടെ എഴുത്തെഴുതി. യഹൂദനായ മൊർദെഖായിയും എസ്തർ രാജ്ഞിയും അവർക്ക് ചട്ടമായിരുന്നതുപോലെയും അവർ തന്നെ തങ്ങളുടെ ഉപവാസത്തിൻ്റെയും കരച്ചിൻ്റെയും സംഗതികളെ തങ്ങൾക്കും സന്തതികൾക്കും
സ്ഥിരമാക്കിയിരുന്നതുപോലെയും ഈ പൂരീം ദിവസങ്ങളെ നിശ്ചിത സമയത്ത് തന്നെ സ്ഥിരമാക്കേണ്ടതിന് അവൻ അഹശ്വേരോഷിൻ്റെ രാജ്യത്തുൾപ്പെട്ട 127 സംസ്ഥാനങ്ങളിലെ സകല യഹൂദന്മാർക്കും സമാധാനവും സത്യവുമായുള്ള വാക്കുകളോടുകൂടി എഴുത്തയച്ചു. ഇങ്ങനെ എസ്തറിൻ്റെ ആജ്ഞയാൽ പൂരീം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായി അത് പുസ്തകത്തിൽ എഴുതിവെച്ചു.